ക്യാമ്പസുകളിൽ ലഹരി വ്യാപനത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നേതൃത്വത്തിൽ പ്രചാരണം തുടങ്ങും. രാജ്ഭവനിൽ ചേർന്ന സർവകലാശാല വൈസ് ചാൻസലേഴ്സിന്റെ യോഗത്തിലാണ് തീരുമാനം. 5 ദിവസത്തിനിടെ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 368 പേരാണ് അറസ്റ്റിലായത്. സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവിയിൽ ലഹരിക്കെതിരെ നിർണായക ചുവടുവയ്പുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പ്രചാരണത്തിന് ഗവർണർ തന്നെ നേതൃത്വം നൽകും. ലഹരി ഉപയോഗം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. എല്ലാ മാസത്തിലും ഒരു ദിവസം കോളേജുകളിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തും. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ആവശ്യമുള്ളവർക്ക് ഡി അഡിക്ഷൻ ചികിത്സ നൽകണമെന്നും യോഗത്തിൽ ഗവർണർ നിർദ്ദേശിച്ചു. ലഹരി വ്യാപനം സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് ഗവർണർ റിപ്പോർട്ട് തേടി. ലഹരിക്കെതിരായ നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 5 ദിവസത്തിനിടെ 368 പേർ പിടിയിലായി. 360 കേസുകളും രജിസ്റ്റർ ചെയ്തു. 81,13,000 രൂപയുടെ ലഹരി മരുന്നും പിടിച്ചെടുത്തു. ലഹരി കേസുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 17 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ലഹരിക്കടത്തിന് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന 16 വാഹനങ്ങളും പിടിച്ചെടുത്തു. സ്കൂളുകളും കോളേജുകളും ബസ് സ്റ്റേഷനുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുള്ള വ്യാപക പരിശോധന തുടരുമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. 24 തിരുവനന്തപുരം.